അപ്പോൾ ഒരു 47 ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ലാസ്റ്റിലേക്കെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്വപ്ന തുല്യമായ ഒരു ഗവൺമെന്റ് ജോലി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും വളരെയധികം സംതൃപ്തിയും ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടികളുടെ ഫോട്ടോസ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഇനി വരുന്ന DHS ബാച്ചിന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏർലി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് അക്കാഡമി. സോ എഡ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാനൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒരു തമ്പ് കാണുന്നുണ്ടല്ലോ, അതായത് DHS പഠനം തുടങ്ങിയില്ലേ പണിപാളും അല്ലെ. അതായത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. നെക്സ്റ്റ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് അല്ലാതെ തന്നെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ DME ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞാൻ ഒന്നുകിൽ അവർ പറയുന്നത് പഠിച്ചു തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. സോ കുറച്ചുകൂടെ നേരത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരാമായിരുന്നു കേട്ടോ. അങ്ങനെ പറയുന്ന കുറച്ച് പേരുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റിൽ ദൗർഭാഗ്യവശാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയ കുറച്ച് കുട്ടികൾ പറയുന്നതാണ്, കുറച്ചുകൂടെ നേരത്തെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിന്റെ കട്ട് ഓഫ് നമ്മൾ കണ്ടുവല്ലേ, 39.67, നിയർലി 40 ആണ് കട്ട് ഓഫ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു 40 അറൗണ്ട് ഉള്ള കുട്ടികളുണ്ട് കേട്ടോ, 42, 43, 41 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരുടെയും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ, അത് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ പഠനം തുടങ്ങിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ നല്ല മാർക്ക് ലഭിക്കുമായിരുന്നു. അപ്പൊ നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ സാധാരണ വരുന്നവര് റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക് അല്ലെ, അതായത് നല്ല റാങ്ക് കിട്ടുന്നവർക്കാണ് സാധാരണ ജോലി കിട്ടാൻ സാധ്യത കൂടുതലായിട്ട് വരിക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 40 അതായത് കട്ട് ഓഫിനോട് അടുത്ത് വന്നാൽ റാങ്ക് ലിസ്റ്റ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എങ്കിലും ഒരു 47 അബവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ പറയാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം ഒരു 50 അറൗണ്ട് ഒക്കെ ഒരുപാട് കുട്ടികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു 47 ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ലാസ്റ്റിലേക്കെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു 45 എങ്കിലും അബവ് വേണം. അല്ലാതെ ഉള്ളവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും സാധ്യത കുറവായിരിക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു ഏർലി പ്രിപ്പറേഷന്റെ ആവശ്യകതയാണ് കേട്ടോ. അപ്പൊ സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്കിപ്പോൾ DHS നോക്കിയാലും കാണാനായിട്ട് കഴിയുക. അതായത് DHSന്റെ എക്സാമിനേഷൻ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് 2027 പകുതിയോട് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2025 ലാസ്റ്റ് എത്തി, 2026 ലാസ്റ്റോട് കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 1.5 വർഷമുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 1.5 വർഷം വലിയ ഒരു ഡ്യൂറേഷൻ ആയിട്ട് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ 1.5 വർഷമൊക്കെ വളരെ പെട്ടെന്ന് 1.5 വർഷം കടന്നു പോകും. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കണക്ക് കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വർഷം പഠിച്ചിറങ്ങുന്ന, നഴ്സിംഗ് പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങുന്ന മലയാളികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ. ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ GNM ഉണ്ട്, പിന്നെ BSc ഉണ്ട്. നഴ്സിംഗ് കോളേജ് തന്നെ ഒരുപാട് കോളേജുകളുണ്ട് അല്ലേ. അപ്പൊ നമ്മളൊരു ഓൾ ഇന്ത്യ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ മലയാളികൾ തന്നെ ഏകദേശം 1 ലക്ഷം പേരോളം വരും കേട്ടോ. ഏകദേശം 1 ലക്ഷം പേരോളം പുതിയ നഴ്സുമാർ ഓരോ വർഷവും പാസ് ഔട്ട് ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്കറിയാം വിദേശത്തേക്ക്, എസ്പെഷ്യലി US ഒക്കെ പഴയതുപോലെയുള്ള ഒരു റഷ് ഇപ്പോൾ ഇല്ല. പഴയതുപോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് പോകാനായിട്ട് കഴിയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സ്റ്റുഡൻസും എല്ലാ കാൻഡിഡേറ്റ്സും ഒക്കെ ഇതുപോലുള്ള ഗവൺമെന്റ് എക്സാംസ് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പൊ അതില് കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ പറയുന്ന പോലെ നമ്മുടെ കേരള PSCയുടെ എക്സാംസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുക അല്ലെ. അപ്പോൾ നമുക്കറിയാം ഏകദേശം അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ഒരു റഷ് അല്ലെങ്കിൽ നല്ല ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും നമ്മുടെ കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമുകൾക്ക്. ഇനി വരുന്ന കാലത്തിലാട്ടോ ഞാൻ പറയാം. മേ ബി ഇനി വരുന്ന 2-3 വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റഷ് കൂടും, അപ്പൊ കോമ്പറ്റീഷൻ കൂടും അല്ലെ. കോമ്പറ്റീഷൻ കൂടണമെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ വിൻ ചെയ്തേ കഴിയത്തുള്ളൂ. സോ കോമ്പറ്റീഷൻ വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള
പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം കേട്ടോ. എന്താണ് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. സോ ഞാൻ നമ്മുടെ സ്ട്രാറ്റജീസ് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഈ കഴിഞ്ഞ JPHN എക്സാം, അതായത് 2025 കഴിഞ്ഞ JPHN എക്സാമിൽ ഏകദേശം എത്രത്തോളം റാങ്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എജ്യൂസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കേട്ടോ. വളരെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക്, അതായത് എജ്യൂസ് അക്കാഡമി വഴി ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ആഗ്രഹം പോലെ ഒരു സ്വപ്നതുല്യമായ ഒരു ഗവൺമെന്റ് ജോലി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും വളരെയധികം സംതൃപ്തിയും ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിലെ ഒന്നാമത്തെ റാങ്ക് ഉൾപ്പെടെ കേട്ടോ വന്ന കുട്ടികളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, നിങ്ങൾക്കൊരു വിശ്വാസ്യത വരാൻ വേണ്ടി മാത്രം കേട്ടോ. നോക്കിയേ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ JPHന്റെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം DMEയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല JPHN. DHSന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 8 ജില്ലകളോളം വന്നിട്ടുണ്ട് അല്ലെ. സോ 8 ജില്ലകൾ നോക്കുമ്പോൾ നമുക്ക് മോർ ദാൻ എത്രയാണ് 10+ ഒരു 10+ ഫസ്റ്റ് റാങ്ക് കേട്ടോ. 10+ ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. ഇത് വെറും വാക്കല്ല കേട്ടോ, വെറും വാക്കല്ല. നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് കുട്ടികളുടെ ഫോട്ടോ, ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടികളുടെ ഫോട്ടോസ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഏകദേശം 10 സ്റ്റുഡൻസിൽ കൂടുതൽ ഫസ്റ്റ് റാങ്ക് നമുക്ക് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരുപാട് മഹത്വം ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്നും അത് അവകാശപ്പെടുന്നില്ല. എനിവേ നമ്മൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, നമ്മൾ ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു. അവരുടെ ഒരു പഠനം അല്ലെങ്കിൽ അവരുടെ ഒരു പഠനം അല്ലെങ്കിൽ പഠന മികവ് കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഇത്രയും നമുക്ക് 10ൽ അധികം ഉള്ള ഫസ്റ്റ് റാങ്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൂടാതെ ഈ 2025 തന്നെ ഇതുവരെ വന്ന ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 300-ലധികം റാങ്കുകളാണ് നമുക്ക് നേടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോസ് കാണിച്ചു കഴിഞ്ഞു അല്ലേ. ഇത് നോക്കിയാൽ വിവിധ ജില്ലകളിൽ സെക്കൻഡ് റാങ്ക് കിട്ടി കേട്ടോ. സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടികളാണ് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നത്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് റാങ്ക് കിട്ടിയ ബാക്കിയുള്ള കുട്ടികളാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുക. നെക്സ്റ്റ് നമ്മൾ കണ്ടേ കഴിഞ്ഞ JPHN എക്സാമിൽ 3rd റാങ്ക് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോസ് ആണ് നമ്മൾ ഈ കാണുക. അഗെയിൻ നോക്കിയാൽ 4th റാങ്ക് കിട്ടിയ കുട്ടികളാണ്. അഗെയിൻ ഫിഫ്ത്ത് റാങ്ക് കിട്ടിയ കുട്ടികളാണ്. അതായത് ഏകദേശം 10 റാങ്ക് വരെയുള്ള കുട്ടികളുടെ 10 റാങ്ക് വരെ കിട്ടിയ കുട്ടികളുടെ ഫോട്ടോസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. നോക്കിയാൽ 6th റാങ്ക് കിട്ടിയ കുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എജ്യൂസ് അക്കാഡമിയുടെ അഭിമാനമാണ് കേട്ടോ. നോക്കിയാൽ 7th റാങ്ക് നേടിയ കുട്ടികളാണ്. 8th റാങ്ക് നേടിയ കുട്ടികളാണ്. അഗെയിൻ 9th റാങ്ക് നേടിയ കുട്ടികളാണ്. അഗെയിൻ കമ്മിങ് 10th റാങ്ക് നേടിയ കുട്ടികളാണ് കേട്ടോ. അപ്പം ഇത്രത്തോളം 10-നകത്ത് തന്നെ ഇത്രത്തോളം റാങ്കുകൾ നമുക്ക് എജ്യൂസ് അക്കാഡമിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അത് വളരെ ഒരു പ്രൗഡ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. കൂടാതെ നോക്കിയാൽ 11 മുതൽ 15 വരെ റാങ്കുകൾ, 15 മുതൽ 22 വരെയുള്ള റാങ്കുകൾ, ദെൻ അഗൈൻ 23 മുതൽ 32 വരെ, അഗൈൻ 34 വരെയുള്ള റാങ്കുകൾ, അഗൈൻ നോക്കിയാൽ ഒരു 39 മുതൽ 41 വരെയുള്ള റാങ്കുകൾ, അഗൈൻ 47 മുതൽ 64 വരെയുള്ള റാങ്കുകൾ, അഗൈൻ 67 മുതൽ 76 വരെയുള്ള റാങ്കുകൾ, ദെൻ 76 മുതൽ 100 വരെയുള്ള റാങ്കുകൾ. അഗെയിൻ നോക്കിയാൽ ഇതുപോലെ ഇത് ഒരുപാട്, അതായത് ഈ റാങ്ക് ലിസ്റ്റ് ഇത് ഇപ്പോഴും അപൂർവമാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 300-ലധികം പേര് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ്. അപ്പം ഓരോ ലിസ്റ്റും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഏകദേശം 90% നമ്മുടെ കുട്ടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് മാജിക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. നമ്മൾ ആ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു, ക്ലാസ്സുകൾ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു. അതുകൂടാതെ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേക്ക് അവിടെ നേടുന്ന ഓരോ മാർക്കും, നമ്മൾ വിട്ടുകളയുന്ന ഓരോ മാർക്കും, അതായത് നേടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനും ശരിയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാർക്കാണ്. ഓരോ ഉത്തരവും തെറ്റുമ്പോൾ നമ്മൾക്ക് കിട്ടിയതിൽ നിന്ന് ഒരു 0.33 മാർക്ക് നമുക്ക് കുറയുന്നില്ല. അപ്പം നമ്മൾ നേടുന്ന ഓരോ മാർക്കും, നമ്മൾ വിട്ടുകളയുന്ന ഓരോ ഈ പറയുന്ന നെഗറ്റീവ് മാർക്കും അത്രയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ്, അതായത് ഈ വരുന്ന DMEയുടെ സ്റ്റാഫ് നഴ്സിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഏകദേശം ഒരു 0.33 മാർക്ക് മാറിയാൽ തന്നെ അവിടെ ഒരുപാട് റാങ്കുകൾ, അറ്റ്ലീസ്റ്റ് ഒരു 100 റാങ്കെങ്കിലും ഒക്കെ മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നിമിഷം നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി നമുക്ക് വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് DHS എക്സാം ആണ്. സോ DHS നമ്മൾ ലോങ് ടേം ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല റാങ്കിൽ വരാൻ കഴിയും. നല്ല റാങ്കിൽ വന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു എക്സാം സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസിന്റെ സ്ട്രാറ്റജി നമ്മൾ കഴിഞ്ഞ നമ്മുടെ JPHN എക്സാമിനൊക്കെ ഫോളോ ചെയ്ത് വിജയം കണ്ട ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. നോക്കിയാൽ നമ്മൾ ഓരോ സെഷൻസിലും തിയറി ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഷുവർ ഷോർട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ
നമ്മുടെ ആപ്പിൽ തന്നെ നമുക്ക് സ്റ്റുഡൻസിന് നമ്മൾ നൽകുന്നതായിരിക്കും. ഇതാണ് ബേസിക് ഒരു ക്ലാസ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എന്താണ്, മന്ത്ലി നമുക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തിരുന്നു. കൂടാതെ റാങ്ക് ബൂസ്റ്റർ പാക്ക് അല്ല, റാങ്ക് ബൂസ്റ്റർ പാക്ക് ഞാൻ പറഞ്ഞിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസ് ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടാകും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാകും, റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് ഉണ്ടാകും. സോ ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് ബൂസ്റ്ററിനുള്ളിൽ വരിക. പിന്നെ പലതരത്തിലുള്ള റിവിഷൻസ്, അതായത് റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ്, ഒരു ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സാം അടുപ്പിച്ച് വരുമ്പോഴത്തേക്കുള്ള റിവിഷൻ. അങ്ങനെയല്ല കേട്ടോ റിവിഷൻ എന്ന് പറയുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ടൈം ടു ടൈം ചെയ്തു പോകേണ്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുക. സോ ആ ഒരു ടൈംലി റിവിഷൻ, ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിരുന്നു, ഇനിയും കൊടുക്കുന്നുണ്ട്. പുതിയ ബാച്ചിനുകളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ലൈവ് റിവിഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മാരത്തോൺ റിവിഷൻ. മാരത്തോൺ റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലേ, അതായത് ഡെയിലി ഒരു 10 to 12 hours ക്ലാസ്സുകളാണ്. നമ്മൾ രാവിലെ 5:30 തുടങ്ങി രാത്രി 10-10:30 വരെ നീളുന്ന ക്ലാസ്സുകളാണ്. ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് ഉണ്ടാകും. ആ രീതിയിലുള്ള മാരത്തോൺ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് നൽകിയിരുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ ഇനി വരുന്ന DHS ബാച്ചിന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മെഗാ മാരത്തോൺ. ലാസ്റ്റ് ഒരു 2-3 days ആയിരിക്കും ഈ മെഗാ മാരത്തോൺ. ഒള്ളി എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, പോയിന്റ്സിന്റെ ഡിസ്കഷൻ ആണ് ഈ മെഗാ മാരത്തോണിൽ വരിക. അതുകൂടാതെ നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, എക്സാമിന് വേണ്ടി പോകുന്നതായിക്കോട്ടെ, ആ ഒരു ശരിക്കും എക്സാം സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടായിട്ട് വേണം നമ്മൾ എക്സാമിനായിട്ട് പോകാൻ കേട്ടോ. അപ്പൊ അതിന് നമ്മുടെ എജൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിനെ അതിന് സജ്ജമാക്കാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് നമുക്കറിയാം, ഓരോ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ തരത്തിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ഓരോ കുട്ടികളും വരുത്തുക അല്ലെ. സോ ആ മിസ്റ്റേക്ക്, ചിലർ നെഗറ്റീവ് മാർക്ക് കൂടിയിട്ടുണ്ടാവും, ചിലർക്ക് ടൈം മാനേജ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല, ചിലർ ഈ പറയുന്ന പോലെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അപ്രോച്ച് ഏത് രീതിയിലാണ് അത് സോൾവ് ചെയ്യുക, ആ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 മോക്ക് ടെസ്റ്റെങ്കിലും നടത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടി വിടുക. അതുകൂടാതെ ഫൈനൽ ഡേ ഉള്ള ടിപ്സ് ട്രിക്സ്, അതായത് പലതരത്തിൽ നമ്മളെ തെറ്റിക്കാനായിട്ട് എക്സാമിനേഴ്സ് നോക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മാക്സിമം നമ്മുടെ കുട്ടികളെ കോൺഫിഡൻസ് വരുത്തിയിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി വിടുക. സോ ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 2 എക്സാമിനും, DME റാങ്ക് ലിസ്റ്റ് എന്നിവ വന്നിട്ടില്ല, JPHN എക്സാമിനും കൂടാതെ DME എക്സാമിനും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്, ഫോളോ ചെയ്തിരുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരുന്ന DHS എക്സാമിന് വേണ്ടി നമ്മൾ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഒരിക്കലും എന്താണ് നാളെ തുടങ്ങാം, അല്ലെങ്കിൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം, ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, കാരണം നമുക്ക് അതിന്റെ സിലബസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അറിയാം. സോ അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് സ്റ്റാഫ് നഴ്സായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ എജൂസ് അക്കാഡമിയിൽ DHSന്റെ ലോങ് ടേം ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ DMEയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്കൊക്കെ കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ റാങ്ക് മുകളിലേക്ക് എത്തിക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുക കേട്ടോ. അപ്പം ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഉള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യവും അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നമ്മൾ എജൂസ് അക്കാഡമി തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ടൊരു ഗവൺമെന്റ് ജോബ് സ്വപ്നം കാണുന്നുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.